ഏതൊരു ഓർഗാനിസം ഒരു സർട്ടൺ സ്റ്റേജ് ഓഫ് ഗ്രോത്തിലൂടെ കടന്നു പോകണം, അല്ലെങ്കിൽ മെച്യൂരിറ്റിയിലൂടെ കടന്നു പോകണം. എന്നാൽ മാത്രമേ അത് റീപ്രൊഡക്റ്റീവ് ഫേസിലേക്ക് എത്തുള്ളൂ. സോ ആ പീരീഡ് ഓഫ് ഗ്രോത്തിനെ വിളിക്കുന്ന പേരാണ് ജുവനൈൽ ഫേസ്. നമ്മൾ ലൈഫ് സ്പാനിൻ്റെ 4 സ്റ്റേജുകളിൽ ആദ്യം പറഞ്ഞതാണ് ജുവനൈൽ ഫേസ് ആണ് ആദ്യത്തെ സ്റ്റേജ് എന്ന്. അതാണ് ജുവനൈൽ ഫേസ്. സോ ജുവനൈൽ ഫേസ് എന്ന് പറഞ്ഞാൽ പീരീഡ് ഓഫ് ഗ്രോത്ത് ആണ്. ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് ഓഫ് ഗ്രോത്ത് ആൻഡ് മെച്യൂരിറ്റി റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അറ്റൈൻ ചെയ്യുന്ന ആ ഡ്യൂറേഷനാണ് നമ്മൾ പറയുന്ന ജുവനൈൽ ഫേസ്. ഈ ജുവനൈൽ ഫേസിനെ നമ്മൾ പ്ലാന്റ്സിൽ വിളിക്കുന്ന വേറൊരു പേരിലാണ് വെജിറ്റേറ്റീവ് ഫേസ്. പ്ലാന്റ്സിൽ നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ് വെജിറ്റേറ്റീവ് ഫേസ്. സോ ജുവനൈൽ ഫേസ് എന്ന് പറയുന്നത് പീരീഡ് ഓഫ് ഗ്രോത്ത് ബിഫോർ അറ്റൈനിങ് റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി. റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി എത്തുന്നതിന് മുമ്പുള്ള ആ പീരീഡ് ഓഫ് ഗ്രോത്ത് ആണ് ജുവനൈൽ ഫേസ്. ഇനി ഈ ജുവനൈൽ ഫേസിൻ്റെ എൻഡ് കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് റീപ്രൊഡക്റ്റീവ് ഫേസ്. രണ്ടാമത്തെ ഫേസാണ് റീപ്രൊഡക്റ്റീവ് ഫേസ്. സോ റീപ്രൊഡക്റ്റീവ് ഫേസ് എന്ന് പറയുന്നത് എൻഡ് ഓഫ് ജുവനൈൽ ഫേസ് ആണ്. ആ റീപ്രൊഡക്റ്റീവ് ഫേസ് നമുക്ക് ഹയർ പ്ലാന്റ്സിലൊക്കെ വളരെ ഈസിലി നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? ആ ഹയർ പ്ലാന്റ്സിൽ റീപ്രൊഡക്റ്റീവ് ഫേസ് ആകുമ്പോൾ അതിലൊരു ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യും. സോ ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് മനസ്സിലാക്കാം അത് അതിൻ്റെ റീപ്രൊഡക്റ്റീവ് ഫേസിലേക്ക് കടന്നു. ജുവനൈൽ ഫേസ് കഴിഞ്ഞ് അത് അതിൻ്റെ റീപ്രൊഡക്റ്റീവ് ഫേസിലേക്ക് കടന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് രണ്ടെണ്ണം കോമൺ ആയിട്ട് കാണുന്ന ഫേസുകളാണ്, ജുവനൈൽ ഫേസ് ആൻഡ് റീപ്രൊഡക്റ്റീവ് ഫേസ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മുടെ ചുറ്റുപാട് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ചില ചെടികളൊക്കെ എല്ലാ വർഷവും ഫ്ലവർ ചെയ്യുന്നുണ്ട്. ചില ചെടികൾ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ മാത്രമേ ഫ്ലവർ ചെയ്യുന്നുള്ളൂ. അതുപോലെ ചില ചെടികളൊക്കെ നമുക്ക് ചില ഫ്രൂട്ട്സുകളൊക്കെ ഒരു പെർട്ടിക്കുലർ സീസണിൽ മാത്രമേ കിട്ടുള്ളൂ. മാംഗോ, ജാക്ക് ഫ്രൂട്ട്, ആപ്പിളൊക്കെ നമുക്ക് ഒരു പെർട്ടിക്കുലർ സീസണിൽ മാത്രമേ നമുക്ക് ആ ഫ്രൂട്ട്സ് അവൈലബിൾ ആവുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ഇത്രയും ഡിഫറൻസ് നമുക്ക് ഫ്ലവറുകളിൽ അല്ലെങ്കിൽ പ്ലാന്റുകളിൽ കാണാൻ പറ്റുന്നത്? എല്ലാ വർഷവും ചില ഫ്ലവറുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ നമുക്ക് നോക്കാം. അതുപോലെ അതേ മാസം തന്നെയാണോ എല്ലാ വർഷവും കണ്ടിന്യൂസ് ആയിട്ട് അത് ഫ്ലവർ ചെയ്യണത്, അതോ കുറച്ച് ഫ്ലവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഇല്ലാണ്ടാവണോ? ഇങ്ങനെ ഡിഫറൻസ് നമുക്ക് നമ്മുടെ ചുറ്റുപാട് നോക്കാം. അതിൻ്റെ ബേസിൽ പ്ലാന്റ്സിന് ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ, അവരുടെ ഫ്ലവറിങ് പാറ്റേൺ, അവരുടെ ഫ്രൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പാറ്റേൺ, ഇതൊക്കെ നമുക്ക് എന്തൊക്കെയാണെന്നൊന്ന് ഡിസ്കസ് ചെയ്യാം.